അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട സ്നേഹനിധികളായ സുഹൃത്തുക്കളെ, വിശുദ്ധമായ ഖൈറുകളുടെ ദിവസം നമ്മിൽ നിന്നും പൊലിഞ്ഞു പോവുകയാണ്. നമ്മോട് സലാം ചൊല്ലിക്കൊണ്ട് വിശുദ്ധമായ റയ്യാൻ എന്ന് പറയുന്ന സ്വർഗീയ കവാടം നമുക്ക് വരദാനമായി സമ്മാനമായി നൽകുന്ന വിശുദ്ധമായ റമദാൻ, റഹ്മത്തിൻ്റെ 10 മഅഫിറത്തിൻ്റെ 10 ഇത്ഖിൻ്റെ 10 നമുക്ക് ഓശാരമായി നൽകുന്ന, നമുക്ക് കനിഞ്ഞേകുന്ന വിശുദ്ധമായ റമദാൻ നമ്മിൽ നിന്നും വിട പറയാനിരിക്കുകയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആത്മീയമായിട്ട് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ചിന്തിക്കേണ്ടത് റമദാൻ എന്ന് പറയുന്ന അതിഥിയെ മാന്യമായ രൂപത്തിൽ സ്വീകരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നാണ്. റമദാൻ വരുന്നത് അനുഗ്രഹമാണ്. ആ റമദാനിൽ നമുക്കറിയാം ലൈലത്തുൽ ഖദറടക്കം വിശുദ്ധമായിട്ടുള്ള ഖുർആനിൻ്റെ അവതരണമടക്കം പല കാര്യങ്ങളും സംഭവിച്ചുകൊണ്ട് അതിൽ ഖൈറുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിജപ്പെടുത്തിയിട്ടുള്ള മാസമാണല്ലോ. ആ മാസം നന്മകൾ കൊഴിയാൻ പറ്റുന്ന മാസം വന്നിട്ട് ഒരു വിശ്വാസി ആ ഒരു പരിശ്രമത്തിൽ നിന്നും പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വളരെ വലിയ ഒരു പരാജയമെന്നാണ് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജാബിർ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാൻ പറ്റും, റമദാനിൻ്റെ അവസാന ദിവസമായാൽ ആകാശവും ഭൂമിയും മലക്കുകൾ മുഴുവനും കരയുമത്രേ. എന്തിനാണ് കരയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നബിയുടെ ഉമ്മത്തിന് വരുന്ന മുസീബത്തിനെ ഓർത്തുകൊണ്ടാണ് ആകാശഭൂമികളും സർവ്വചരാചരങ്ങളും കരയുന്നത് എന്ന് ഷഫീഉനാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുസീബത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മെ വേദനിപ്പിക്കുന്ന, നമ്മളെ പ്രയാസപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ്. ഈ ഒരു മുസീബത്ത് എന്ന് പറയുന്ന അത്രക്കും ദയനീയമായ വളരെ വലിയ പരീക്ഷണം വരുന്ന ഒന്നാണോ ഈ റമദാനിൻ്റെ അവസാന ദിവസം വരുന്ന സമയത്ത് എന്നൊക്കെ ഓർത്തുകൊണ്ട്, റമദാൻ വരുന്നത് അനുഗ്രഹവും റമദാനിൻ്റെ കടന്നുപോക്ക് വിപത്തുമാണോ എന്നൊക്കെ ഭയന്നുകൊണ്ട് സ്വഹാബത്ത് ഷഫീഉനാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് അയ്യു മുസീബത്തിൻ ഹി, റസൂലെ എന്തൊരു മുസീബത്താണ് റമദാനിൻ്റെ മടങ്ങിപ്പോക്ക് കൊണ്ട് കിട്ടുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഷഫീഉനാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുന്നത്, റമദാനിൻ്റെ വിടവാങ്ങലാണ് മുസീബത്ത്. റമദാൻ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നിന്നും കടന്നു പോവുക എന്നുള്ളതാണ് മുസീബത്ത്. കാരണം എന്താണെന്നറിയുമോ? അതിലെ പ്രാർത്ഥനകൾക്ക് അള്ളാഹു മറുപടി കൊടുക്കുന്നുണ്ട്, ഇജാബത്ത് കൊടുക്കുന്നുണ്ട്. അതിൽ നൽകുന്ന സ്വതക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരണവും സ്വീകാര്യതയും കൊടുക്കുന്നു എന്നതിലപ്പുറത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരട്ടി സ്വതക്കകൾ നൽകിയതിൻ്റെ പ്രതിഫലം കൊടുക്കുന്നുണ്ട്. നന്മകൾക്ക് പ്രതിഫലം ഇരട്ടി നൽകുന്നുണ്ട്. ശിക്ഷകളെ തടയപ്പെടുന്നുണ്ട്. ശൈത്താനിനെ ചങ്ങലക്കിടപ്പെടുന്നുണ്ട്. ഇങ്ങനെ വിശുദ്ധമായ റമദാൻ എല്ലാം കൊണ്ടും അനുഗ്രഹപൂർണ്ണമാണ്. ഈ അനുഗ്രഹത്തെ, ഈ ഒരു സന്തോഷമായിട്ടുള്ള നിമിഷത്തെ ഒരു വിശ്വാസിക്ക് നഷ്ടപ്പെടുക എന്ന് പറയുന്നത് വലിയ മുസീബത്താണ് സ്വഹാബത്തെ എന്ന് ഷഫീഉനാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് നബി തങ്ങൾ പറയുന്നുണ്ട് ഫഅയ്യു മുസീബ അഅ്ളമു മിൻ ദഹാബി റമദാൻ എന്ന് പറയുന്നുണ്ട്. റമദാനിൻ്റെ പോക്കിനേക്കാളും വലിയ മുസീബത്ത് വേറെന്താണ് വരാനുള്ളത് സ്വഹാബ എന്ന് ഷഫീഉനാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രക്കും മഹത്വവും പവിത്രതയുമുള്ള വിശുദ്ധമായ രാവുകളാണ്, ദിനങ്ങളാണ് നമ്മിൽ നിന്ന് കടന്നു പോകുന്നത്. റമദാനിനെ ആദരിക്കുന്ന ലോകം, റമദാനിനെ ആദരിക്കുന്ന ഭൂമി, റമദാനിനെ ആദരിക്കുന്ന ആകാശം ഈ റമദാനിൻ്റെ മടങ്ങിപ്പോക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് കരയുമെന്നല്ലേ ഷഫീഉനാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. നമ്മോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന, നമ്മോട് സഹകരിക്കുന്ന നമ്മുടെ കൂട്ടുകാരോ, നമ്മുടെ മക്കളോ, രക്ഷിതാക്കളോ, ഉപ്പ ഉമ്മ, നമ്മളുമായി ബന്ധപ്പെട്ടവരോ വിദേശത്തേക്ക് പോകുന്ന സമയത്ത് നമ്മൾക്ക് ഇനി കാണാൻ കഴിയുമോ അവരെ എന്നുള്ള ഒരു ആവലാതി ഉണ്ടാകുന്നത് മൂലം നമ്മൾ കരഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് ഒരു യാത്രയപ്പൊക്കെ കൊടുക്കാറുണ്ടല്ലോ. ആ യാത്രയപ്പ് നമുക്ക് വളരെ സങ്കടം തോന്നുന്നുവെങ്കിൽ നമുക്ക് അനുഗ്രഹങ്ങൾ മാത്രം ചൊരിഞ്ഞു നൽകിയ, നമുക്കുള്ള വിപത്തുകളെ മുഴുവനും തടഞ്ഞുകൊണ്ട് ഇരട്ടി പ്രതിഫലങ്ങളെ വാഗ്ദാനം ചെയ്തുകൊണ്ട് ആ പ്രതിഫലവുമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന വിശുദ്ധമായ റമദാൻ നമ്മോട് സലാം ചൊല്ലിക്കൊണ്ട് മടങ്ങിപ്പോകുമ്പോൾ പ്രിയപ്പെട്ട വിശ്വാസികളെ, കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീര് വരികയാണെങ്കിൽ ആ വിശുദ്ധമായ റമദാൻ അനുകൂലമായിട്ട് കിട്ടുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. റമദാനെ അനുകൂലമായി കിട്ടണേ എന്ന് 5 വക്ത് സമയങ്ങളിൽ കണ്ണീരൊലിപ്പിച്ചുകൊണ്ടും മനസ്സറിഞ്ഞുകൊണ്ടും പ്രാർത്ഥിക്കുന്ന വിശ്വാസികളായ നമ്മൾ
ഒന്ന് ശ്രദ്ധിക്കണം. റമദാൻ വിട പറയുമ്പോൾ ആകാശഭൂമികൾ കരയുന്നുണ്ടല്ലോ, ലോകം മുഴുവനും കരയുന്നുണ്ട്. എന്തിനാ കരയുന്നത്? നബിയുടെ ഉമ്മത്തിന് ലഭിക്കുന്ന മഹാസൗഭാഗ്യം നഷ്ടപ്പെടാൻ പോവുകയാണ്. അടുത്ത വിശുദ്ധമായ റമദാനിലേക്ക് നമ്മൾ ഓരോരുത്തരും ഹയാത്തിലുണ്ടോ, ജീവിച്ചിരിക്കുമോ എന്ന് നമുക്ക് ആർക്കും അറിയാൻ കഴിയില്ലല്ലോ. നമ്മുടെ ജീവിതം വളരെ നൈമിഷികമാണ്. ജീവിതമെന്ന് പറയുന്നത് വളരെ നൈമിഷികമാണ്. ദുനിയാവിലേക്കുള്ള മസ്റഅ വൽ ആഖിറതു ഖൈറും വഅബ്ഖാ, ആഖിറമാണ് ഖൈറും, ആഖിറമാണ് എന്നെന്നും അവശേഷിക്കുന്നതും, ആഖിറമാണ് അനശ്വരമായിട്ടുണ്ടാവുന്നത് എന്ന് വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. കുല്ലുമൻ അലൈഹാ ഫാൻ, ഈ ഭൂമുഖത്തുള്ള സർവ്വതും നശിച്ചു പോകും. അടുത്ത റമദാനിലേക്ക് നമുക്ക് സൗഭാഗ്യമുണ്ടോ എന്ന് അല്ലാഹുവാലം. അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. ഈ നമ്മിലേക്ക് കടന്നു വന്ന് നമ്മോട് വിട പറഞ്ഞ് പോവാനിരിക്കുന്ന വിശുദ്ധമായ റമദാനിനെ സന്തോഷത്തോടുകൂടി മടക്കി അയക്കാൻ നമുക്ക് സാധിക്കണം. അത് നമ്മുടെ ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് നമ്മുടെ വിജയമാണ്. ആ വിജയം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏറ്റി അവൻ ഉദവി നൽകിക്കൊണ്ട് അവൻ്റെ സഹായം കൊണ്ട് നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ആ ഒരു തൗഫീഖിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും 5 വക്തിലും തറാവീന് ശേഷമൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അല്ലാഹുമ്മ ജഅൽ ഹാദ ശഹ്റ ശരീഫൽ അദീമ ഷാഹിദൻ ലനാ ലാ ഷാഹിദൻ അലൈന, ഞങ്ങൾക്ക് അനുകൂലമാക്കിയിട്ട് ഈ വിശുദ്ധമായ റമദാൻ മാസത്തെ നീ ആക്കണേ അല്ലാഹ്. ലാ ഷാഹിദൻ അലൈന, ഞങ്ങൾക്ക് എതിരെ സാക്ഷി പറഞ്ഞുകൊണ്ട് അല്ലാഹുവേ ഞാനെന്ന് പറയുന്ന റമദാനിനെ സ്വീകരിച്ചുകൊണ്ട്, എന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചുകൊണ്ട്, എന്നെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് എന്നെ വഷളാക്കിയവനാണ് ഈ കാണുന്ന ഫുലാൻ എന്ന് പറഞ്ഞുകൊണ്ട് റമദാൻ നമുക്ക് എതിരെ സാക്ഷി നിൽക്കുന്ന ഒരു സന്ദർഭത്തെ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കട്ടെ. റമദാൻ തന്നെ മാന്യമായ രൂപത്തിൽ സ്വീകരിച്ചവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹത്തോടുകൂടി വരവേൽക്കുന്ന മുത്തഖീങ്ങളുണ്ടല്ലോ. അൽ-ആഖിബത്തുൽ മുത്തഖീൻ എന്നല്ലേ, മുത്തഖീങ്ങൾക്കാണ് അന്തിമ വിജയം. ആ അന്തിമ വിജയം എന്ന് പറയുന്നത് അത് കൈപ്പറ്റാൻ മുത്തഖീങ്ങൾക്ക് പറ്റും എന്നുണ്ടെങ്കിൽ ആ മുത്തഖീങ്ങൾക്കാണ് വിശുദ്ധമായ റമദാനിൻ്റെ നേട്ടങ്ങളെല്ലാം കൊയ്തെടുക്കാൻ സാധിക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ മുസീബത്തിനെ പറ്റിയിട്ട് നിരന്തരം ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല 12 മാസങ്ങളിൽ ഒരു മാസം മുഴുവനായിട്ടും അല്ലാഹു ഇജാബത്തിന് വേണ്ടിയിട്ട് നമുക്ക് വിട്ടു തന്നു. എന്ത് ചോദിച്ചാലും ദുഊനി അസ്തജിബ് ലക്കും, എന്നോട് ചോദിച്ചുകൊള്ളൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാമെന്ന് പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല 1-ാം ആകാശത്തിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് രാപകൽ ഭേദമെന്നെ ചോദിക്കുന്നുണ്ട്. ദുഊനി അസ്തജിബ് ലക്കും, ചോദിച്ചോളൂ തരാം. ഇങ്ങനെയൊക്കെ വിശുദ്ധമായ റമദാനിൽ പ്രത്യേകിച്ചും ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, വിശുദ്ധമായ ഖുർആൻ അവതീർണമായ മാസമാണല്ലോ. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ. നമുക്ക് മറ്റുള്ള ആയത്തുകളെ വെച്ചുകൊണ്ട് ജംഅ് ചെയ്യുമ്പോൾ, ആയത്തുകളെ പരസ്പരം കോർത്തിണക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വിശുദ്ധമായ റമദാൻ എല്ലാം കൊണ്ടും അനുഗ്രഹീതമാണ്. ഖുർആൻ്റെ അവതരണം കൊണ്ടും, ലൈലത്തുൽ ഖദ്ർ കൊണ്ടും, റഹ്മത്ത് കൊണ്ടും, മഅഫിറത്ത് കൊണ്ടും, ഇത്ഖ് കൊണ്ടും, ഖൈറുകളെ കൊണ്ടും. അതല്ല വിശുദ്ധമായ ഖുർആനിൽ പറയുന്നത് ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസങ്ങളെക്കാളും ഖൈറായ ഒരു രാത്രി നിങ്ങൾക്ക് ഞാൻ തന്നിട്ടില്ലയോ എന്ന അർത്ഥത്തിൽ വരുന്ന ആയത്ത്. അതൊക്കെ വിശുദ്ധമായ റമദാനിലാണ്. ഈ വലിയ അനുഗ്രഹങ്ങളുടെ മാസമാണ് നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോകാനിരിക്കുന്നത്. ആ അതിഥിയായ റമദാനിനെ ഒരിക്കലും സങ്കടപ്പെടുത്തിയ നിലയിൽ നമ്മൾ റമദാനിനെ മടക്കി അയക്കാൻ പാടില്ല. അള്ളാഹു അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നമ്മളെയും നാമുമായി ബന്ധപ്പെട്ടവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. റമദാൻ എന്തിനു വന്നു എന്നുള്ള ബോധം നമുക്ക് വേണം. ആ ബോധത്തോടു കൂടിയിട്ട് ഇനിയും ജീവിക്കണം. ഇനിയുള്ള 11 മാസക്കാലം, റമദാൻ കഴിഞ്ഞല്ലോ, ഇനി അടുത്ത റമദാൻ വരുമ്പോൾ ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധമായ റമദാൻ കൊണ്ടുവന്ന ആ ഒരു ആശയത്തെ, ആ ഒരു ലക്ഷ്യത്തെ നാം ഒരിക്കലും പൊളിച്ചു കളയരുത്. ഈ ഒരു മാസം കൊണ്ട് ഏകദേശം 30ഓളം ദിവസം, 29ഓളം ദിവസം നാം നിലനിർത്തിപ്പോകുന്ന അമാലുകൾ അത് 11 മാസത്തും കൂടി, ആ 11 മാസത്തേക്കും കൂടി നിലനിർത്തിയാലാണ് ഈ റമദാൻ കൊണ്ട് നമ്മൾ വിജയിച്ചവരാകൂ. അള്ളാഹു ആ വിജയികളുടെ കൂട്ടത്തിൽ നമ്മളെയും നാമായി ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും സ്വർഗ്ഗവും നൽകി അനുഗ്രഹിക്കട്ടെ. റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെയും നാമായി ബന്ധപ്പെട്ടവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഷഅകുമുല്ലാഹു ബിസ്സലാം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.